അപ്പോൾ ഇങ്ങനെയുള്ളൊരു വീഡിയോ ചെയ്യുന്നതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ഇൻഷോട്ട് ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ നമ്മൾ വീഡിയോ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ നമ്മൾ ഗ്രീൻ കളറിൽ കാണുന്ന ന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ബ്ലാങ്ക് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് താഴെയായിട്ട് കാണുന്ന ഗ്രീൻ കളറിലുള്ള ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആ ലെയറിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ മേളിലുള്ള ഓപ്ഷനിൽ ഡ്യൂറേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ലെവല് നമ്മൾ 10 സെക്കൻഡ് ആക്കി വെക്കുക. റൈറ്റ് സൈഡിലോട്ട് അതൊന്ന് വലിച്ചു കഴിഞ്ഞാൽ 10 സെക്കൻഡ് ആകും. 10 സെക്കൻഡ് ആക്കിയതിന് ശേഷം നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇവിടെ നമുക്ക് ഈ ഓപ്ഷനുകൾ ഇങ്ങോട്ട് നീക്കുമ്പോൾ ടി എന്ന് പറഞ്ഞിട്ട് ടെക്സ്റ്റിൻ്റെ ഒരു ഓപ്ഷൻ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും ടെക്സ്റ്റിൻ്റെ ടി എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്താണോ ടൈപ്പ് ചെയ്യാനുള്ളത് അത് നമ്മൾ ടൈപ്പ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ സി വേവ്സ് എന്ന് എഴുതുകയാണ്. സി വേവ്സ്. അതിനുശേഷം നമ്മൾ ആ ഡബിൾ എയുടെ ആ ഒരു സിമ്പൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഫോണ്ട് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ടിക്ക് മാർക്ക് കൊടുത്തിട്ട് ആ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ ഡബിൾ ടിയുടെ ഒരു ഓപ്ഷൻ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ സൈഡിലോട്ട് വലിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സൈസ് വലുതാകുന്നതായിരിക്കും. അത് വലുതാക്കിയിട്ട് നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആ ലെയറിൻ്റെ സൈഡിൽ വലിച്ചുകൊണ്ട് നമ്മൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഡ്യൂറേഷനിലേക്ക് നമ്മുടെ ആ ഒരു ടെക്സ്റ്റിൻ്റെ ലെയറും കൊണ്ടുവരിക. അതിനുശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഇൻഷോട്ടിൻ്റെ വാട്ടർ മാർക്കിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഇവിടെ നമുക്ക് എന്നൊരു ഓപ്ഷൻ വരും, ഫ്രീ റിമൂവ് എന്ന് പറഞ്ഞിട്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ചിലപ്പോൾ പരസ്യം വരാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ പരസ്യം കഴിയുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഇൻഷോട്ടിൻ്റെ വാട്ടർ മാർക്ക് പോയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആ ടെക്സ്റ്റിൻ്റെ ലെയറിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ലെറ്ററിനെ കറക്റ്റ് സെൻറ്റർ ആക്കി വെക്കുക. ആക്കി വെച്ചതിന് ശേഷം നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം മുകളിലുള്ള എക്സ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും എക്സ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ അവിടെ സേവ് ആകുന്നതായിരിക്കും. കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പം നമ്മുടെ വീഡിയോ അവിടെ സേവ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ക്രിയേറ്റ് ന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തിട്ട് നമ്മുടെ ഗാലറിയിലേക്ക് പോകുന്നതായിരിക്കും. അവിടെ നിന്ന് നമുക്ക് ഏത് വീഡിയോ ആണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു വീഡിയോ നമ്മൾ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഒരു തിരമാല അടിച്ചു കയറുന്ന ഒരു വീഡിയോ ആണ് സെലക്ട് ചെയ്യുന്നത്. ആ ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ട് താഴെ നമ്മൾ ഗ്രീൻ കളറിലുള്ള ടിക്ക് മാർക്ക് കൊടുക്കുക. ഓക്കെ, നമ്മുടെ വീഡിയോ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആ ഇൻഷോട്ടിൻ്റെ വാട്ടർ മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഫ്രീ റിമൂവ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ആണെങ്കിൽ വീഡിയോയ്ക്ക് ലെങ്ത് ഒരുപാട് കൂടുതലാണ്. അപ്പം നമുക്ക് വേണ്ട ഭാഗം വെച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. നമുക്ക് ഈ തിരമാല ഇങ്ങോട്ട് അടിച്ച് കയറി വരുന്ന ആ ഭാഗം തൊട്ടുള്ളത് മതി. അപ്പം നമ്മൾ ഏകദേശം ഇവിടെ ആയിട്ട് കൊണ്ടുവച്ചിട്ട് നമ്മൾ അവിടെ വെച്ച് നമ്മൾ കട്ട് ചെയ്യുകയാണ്. അതിനായിട്ട് നമ്മൾ അവിടെ കൊണ്ടുവച്ചിട്ട് മേളിലുള്ള ഓപ്ഷനിൽ നമ്മൾ സ്പ്ലിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇടത് സൈഡിലുള്ള ആ ഒരു ക്ലിപ്പിൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഡിലീറ്റ് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നമുക്ക് വേണ്ട അത്രയും ഭാഗമായിട്ടുണ്ട്. അതിനുശേഷം നമുക്കിവിടെ PIP എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഗാലറിയിലേക്ക് പോകുന്നതായിരിക്കും. അവിടെ നിന്നും നമ്മൾ നേരത്തെ സേവ് ചെയ്ത് വെച്ച ആ ഒരു വീഡിയോ സെലക്ട് ചെയ്യുക. ഓക്കെ, ഇപ്പം നമ്മുടെ ആ ഒരു വീഡിയോ ഇവിടെ വന്നിട്ടുണ്ട്. ടെക്സ്റ്റിൻ്റെ വീഡിയോ അത് നമ്മൾ വലുതാക്കി കറക്റ്റായിട്ട് വെക്കുന്നു. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് കറക്റ്റാക്കി വെച്ചതിന് ശേഷം നമുക്കിവിടെയുള്ള ഓപ്ഷൻ ഇങ്ങോട്ട് നീക്കുമ്പോൾ നമുക്ക് ബ്ലെൻഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളിവിടെ സ്ക്രീൻ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുക. ഇപ്പം നമ്മുടെ ആ ഒരു വീഡിയോയിൽ ബ്ലാക്ക് കളർ പോയിട്ടുണ്ട്, ലെറ്റർ മാത്രമായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് കീ ഫ്രെയിമിൻ്റെ ഒരു സിമ്പൽ കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളിവിടെ മാസ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമ്മൾ ആദ്യം കാണുന്ന മാസ്ക് സെലക്ട് ചെയ്യുക. അതിപ്പോൾ ഇവിടേക്ക് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആ മാസ്ക് നമ്മുടെ വിരൽ കൊണ്ട് നമുക്ക് തിരിക്കാൻ പറ്റുന്നതാണ്. അത് നമ്മൾ നമ്മുടെ വിരൽ കൊണ്ട് പയ്യെ തിരിക്കുക. തിരിച്ചതിന് ശേഷം നമ്മൾ ആ ഒരു തിരമാലയുടെ ആ ഒരു എഡ്ജിലേക്ക് നമ്മൾ ആ ഒരു ലൈൻ കൊണ്ടുവെക്കേണ്ടതാണ്. കറക്റ്റായിട്ട് കൊണ്ടുവെക്കുക. നമ്മൾ വളരെ സൂക്ഷ്മതയോടെ ചെയ്യേണ്ടതാണ്. ആ എഡ്ജ് കൊണ്ടുവച്ചതിന് ശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. എന്നിട്ട് നമ്മൾ വീഡിയോ ഒരിച്ചിരി പ്ലേ ചെയ്യുക. എന്നിട്ട് വീണ്ടും നമ്മൾ ആ മാസ്കിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വീണ്ടും ആ ലൈന് തിരമാല എഡ്ജിലോട്ട് നീക്കി വെക്കുക. വീണ്ടും നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുന്നു.
എന്നിട്ട് കുറച്ചുകൂടി പ്ലേ ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും മാസ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും ആ തിരമാലയുടെ എഡ്ജിലോട്ട് കുറച്ചുകൂടി ഇങ്ങോട്ട് നീക്കി വെക്കുക. തിരമാല ഇങ്ങോട്ട് നീങ്ങുന്നതനുസരിച്ച് ആ എഡ്ജിലോട്ട് നമ്മളുടെ മാസ്കിൻ്റെ ആ ഒരു ലൈൻ നമ്മൾ അടുപ്പിക്കേണ്ടതാണ്. ആ എഡ്ജിലേക്ക് കൊണ്ടുവരണം. വീണ്ടും നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുക. എന്നിട്ട് കുറച്ചുകൂടി പ്ലേ ചെയ്തിട്ട് വീണ്ടും നമ്മൾ ആ ഒരു എഡ്ജിലേക്ക് നമ്മൾ ആ ഒരു മാസ്കിൻ്റെ ആ ലൈൻ കൊണ്ടുവരിക. എന്നിട്ട് നമ്മൾ വീണ്ടും പ്ലേ ചെയ്യുക. എന്നിട്ട് നമ്മൾ മാസ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളൊന്ന് നോക്കുക, കറക്റ്റായിട്ടുണ്ട്, ആ ലെറ്റർ മുഴുവൻ മായുന്നുണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം മായുന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ആ എഡ്ജിലേക്ക് കുറച്ചുകൂടി താത്ത് കൊണ്ടുവച്ചതിന് ശേഷം നമുക്ക് വീഡിയോ പ്ലേ ചെയ്ത് നോക്കാവുന്നതാണ്. കുറച്ചുകൂടെ നീങ്ങാറുണ്ട്, അപ്പം നമ്മൾ വീണ്ടും ആ എഡ്ജിലേക്ക് വീണ്ടും ഒന്നുകൂടെ ഒന്ന് താത്ത് വെച്ചതിന് ശേഷം നമുക്ക് വീഡിയോ പ്ലേ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, വീഡിയോ ഇപ്പോൾ പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ലെറ്ററിനെ ആ തിരമാല മായ്ച്ചുകൊണ്ട് പോകുന്ന പോലെയുള്ള ഒരു എഫക്റ്റാണ് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എഡിറ്റിംഗ് ആണ്. അതിനുശേഷം ബാലൻസ് ഭാഗം നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് സ്പ്ലിറ്റ് കൊടുത്ത് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് വീഡിയോ പ്ലേ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു എഡിറ്റിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള നല്ല വീഡിയോകളുമായിട്ട് ഇനിയും വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.